നമുക്കിന്ന് ഗുരുവായൂർ വരെ ഒന്ന് പോവാം. പുതിയതായി വാങ്ങിയ കാറ് ഒന്ന് പൂജിക്കാനാണ് ഇന്നത്തെ ഈ യാത്ര. ഞാനും അമ്മയും അനിയനും എല്ലാവരും കൂടിയിട്ടാണ് ഇന്നത്തെ യാത്ര. ഇതില് ഒരു തവണയെങ്കിലും ഗുരുവായൂർക്ക് വന്നില്ലെങ്കിൽ എന്തോ ഒരു വിമ്മിഷ്ടം പോലെയാണ്. ആദ്യമൊന്നും ഗുരുവായൂരിന്റെ ഈ നടവാതിലിന് ഇത്രയ്ക്ക് അങ്ങോട്ട് ദൂരം ഉണ്ടായിരുന്നില്ല. ആ മുകളിൽ കാണുന്ന ഗുരുവായൂരപ്പന്റെ ഫോട്ടോ കണ്ടോ? അവിടം തൊട്ടായിരുന്നു ആദ്യം നടപ്പന്തൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്രത്തോളം വരെ എത്തിച്ചു. ഇപ്പം നല്ല അത്യാവശ്യം അമ്പലവും നടവാതിലും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. നടപ്പന്തലും തമ്മിൽ നല്ല അത്യാവശ്യം നടക്കാനുള്ള വഴിയുണ്ട്. കുറച്ചു നേരത്തെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ പൂജാരി വണ്ടി പൂജിക്കാനായിട്ട് വരികയും ചെയ്തു. പൂജാരി ഇവിടെ പൂജ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ? എത്ര ചെറുനാരങ്ങളാണ് ഇങ്ങനെ വെറുതെ ചതഞ്ഞരഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ നാളികേരം വേറെയും, നാളികേരം അവിടെ ഉടയ്ക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു ചടങ്ങിന്റെ ഭാഗമല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. ഗുരുവായൂർ ഒരു ദിവസം അത്യാവശ്യം നല്ല രീതിക്ക് വാഹന പൂജ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. കാരണം ഒരുപാട് വണ്ടികൾ ഇതിന്റെ പുറകിൽ ക്യൂ ആയിരുന്നു. ബാക്കിൽ കിടക്കുന്നുണ്ട് ഒരു ലോറി, അതുപോലെ അതിന്റെ ബാക്കിൽ കാറുകൾ കിടക്കുന്നുണ്ട്. ഇതൊക്കെ പൂജിക്കാൻ വേണ്ടിയിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന വണ്ടികളാണ്. അപ്പൊ എല്ലാവരും വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന് പൂജിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ സാരം. അങ്ങനെ പൂജയും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് പുറത്തിത്തിരി നേരം ഇരുന്ന് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.